ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത, ഈ വാർത്ത കുറെ നാൾ മുമ്പേ ഉണ്ട്, പക്ഷേ ഇപ്പോഴാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പോരാത്തതിന് ലോകരാജ്യങ്ങൾ ഇത് ചർച്ചയാക്കുന്നു. നമ്മുടെ ഒരു ഭൂഖണ്ഡം, അത് നമ്മുടെ ഭൂമിയിലെ ഒരു ഭൂഖണ്ഡം, അത് പിളരുകയാണ് എന്നുള്ളതാണ്. ഈ ഭൂഖണ്ഡം പിളർന്ന് ഒരു പുതിയ സമുദ്രം തന്നെ രൂപപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രം ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ഇപ്പോൾ രണ്ടായി പിളർന്ന് പുതിയൊരു സമുദ്രം രൂപം കൊള്ളുന്ന പ്രക്രിയ നടക്കുന്നത്. ഇപ്പോൾ ഇത് അതിവേഗത്തിലായിരിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗവേഷകരാണ് ഇത് പറയുന്നത്. കെനിയയിലെ തുർക്കാന റിഫ്റ്റ് സോണിൽ നടത്തിയ പുതിയ പഠനങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഭൂമിശാസ്ത്രപരമായ കണക്കുകൾ പ്രകാരം വളരെ വേഗമെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഈ മാറ്റം പൂർത്തിയാകാൻ ഇനിയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കുമെന്നുള്ളതാണ് കാര്യം. ഭൂമിയുടെ ഉപരിതല പാളികൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ് പരസ്പരം തകർന്നു മാറുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. ആഫ്രിക്കൻ പ്ലേറ്റ് ഇപ്പോൾ ന്യൂബിയൻ പ്ലേറ്റ്, സൊമാലി പ്ലേറ്റ് എന്നിങ്ങനെ രണ്ടായി പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലുള്ള ഭാഗം താഴ്ന്നു പോകുകയും ഭാവിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള വെള്ളം ഇവിടേക്ക് ഇരച്ചു കയറി പുതിയൊരു സമുദ്രം രൂപപ്പെടുകയും ചെയ്യും. കൊളംബിയ സർവകലാശാലയിലെ ഗവേഷകരുടെ കണ്ടെത്തൽ പ്രകാരം പിളർപ്പിന് സാധ്യതയുള്ള ഭാഗത്തെ ഭൂമിയുടെ പുറംതോടിന് പ്രതീക്ഷിച്ചതിലും കനം കുറവാണ്. സാധാരണ 35 കിലോമീറ്റർ കനം വേണ്ടെടുത്ത് ഇപ്പോൾ വെറും 13 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഭൂവൽക്കത്തിന്റെ കനം 15 കിലോമീറ്റർ താഴെയതിനാൽ അതിനെ നെക്കിംഗ് എന്ന് വിളിക്കുന്നു. ഈ ഘട്ടത്തിലെത്തിയാൽ ഭൂഖണ്ഡം വേർപിരിയുന്നത് തടയാനാകില്ല എന്നാണ് ഗവേഷകർ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.